രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ 8ാമത്തെ ദശകമാണ്, 5ാമത്തെ ശ്ലോകമാണ്, 79ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. അതേ കണക്ക് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അത് എൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ കൊല്ലത്താണ്. അപ്പോൾ നിങ്ങൾ എന്നെ സമീപിച്ചാൽ മതി. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് എന്നാണ്. നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്, ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. അതേ കണക്ക് ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുക. പിന്നെ രാധികാ കവചം, ആ രാധികാ കവചം 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് വേണം രാധാ സഹസ്രനാമത്തിലേക്ക് പോകാൻ. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ ഇന്നത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല. നമ്മുടെ രാധികാ കവചവും രാധാ സഹസ്രനാമവും എല്ലാം പാടിയിടുന്നത് പിന്നെ കൃഷ്ണപ്രിയയാണ്. എനിക്ക് തോന്നുന്നു കൃഷ്ണപ്രിയ മ്യൂസിക് ടീച്ചറാണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ടാണ് രാധേ രാധേ ചാനലിന് വേണ്ടി കൃഷ്ണപ്രിയ പ്രവർത്തിക്കുന്നത്. അപ്പൊ രാധാറാണിയുടെയും ശ്രീകൃഷ്ണന്റെയും അനുഗ്രഹം ആവോളം കിട്ടിയിട്ടുള്ള നമ്മുടെ കൃഷ്ണപ്രിയ, നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ, രാധേ രാധേ ചാനലിന് വളരെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ, അത് ഹൃദയത്തിൽ തട്ടി ആലപിക്കുന്നത് കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതാണ്. ദിനാവസാനേഥ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ചത്വജഠരം സമീയോസ്തദേധമേകാർണവമാസ വിശ്വം. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ 96453339 അതിലേക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും മതി. നിശ്ചയമായും അത് കാണണം കേട്ടോ. കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നതാണ് ആ വീഡിയോ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചേട്ടെ. ദിനാവസാനേ അധ സരോജയോനി സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ത്വജം രം സമീയുസ്ത ഭേദമേകാർണവമാസ വിശ്വം. അർത്ഥം എഴുതിക്കോ. ദിനാവസാനേ, അർത്ഥം പകലിൻ്റെ അവസാനത്തിൽ, പകലിൻ്റെ അവസാനത്തിൽ. അഥ അനന്തരം, അതായത് പിന്നീട്. സരോജയോനി, സരോജം താമര, താമരയിൽ പിറന്നവനാര? ബ്രഹ്മാവ്. അപ്പൊ സരോജയോനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. സുഷുപ്തി കാമ, അർത്ഥം ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവനായി. സുഷുപ്തി കാമ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്നവനായി. ത്വയി, ഭഗവാനിൽ. സന്നിലില്യേ, ലയിച്ചു, ഭഗവാനിൽ ലയിച്ചു. ജഗന്തി, ലോകങ്ങൾ. ത്വജ്ജരം, അങ്ങയുടെ ജഠരം, ജഠരം വയറ്, ഉദരം, അങ്ങയുടെ വയറിൽ അല്ലെങ്കിൽ ഉദരത്തിൽ. സമീയു, അർത്ഥം ലയിച്ചു. തഥാ, അപ്പോൾ. ഇതം, ഈ. തദേതം, അതായത് ചേർത്തെഴുതണം. തഥാ അധികം ഇതം. അപ്പോൾ ബുക്കിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന തദേതം, അതിന് ഞാൻ പിരിച്ചു പറഞ്ഞത് തഥാ ഇതം. തദേതം, അപ്പോൾ ഈ. ഏകാർണവമാസ, ഏകാർണവമാസ ഒറ്റക്കടലായി തീർന്നു. ഏകാർണവമാസ ഒറ്റക്കടലായി തീർന്നു. വിശ്വം, വിശ്വം ലോകം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. പകലിൻ്റെ അവസാനത്തിൽ താമരയിൽ ജനിച്ച ബ്രഹ്മാവ് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവനായി ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചു. അതോടെ ഈ ലോകങ്ങളെല്ലാം ഭഗവാന്റെ വയറിൽ, അതായത് ഭഗവാന്റെ ഉദരത്തിൽ വന്ന് ലയിച്ചു. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ഒരു മഹാസമുദ്രമായി തീർന്നു. അതായത് ബ്രഹ്മാവ് പകലിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് ഉറങ്ങാൻ തീരുമാനിച്ചതോടുകൂടി അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനിൽ വന്ന് ലയിച്ചു. എന്നിട്ട് ഈ ലോകങ്ങളെല്ലാം ഭഗവാന്റെ ഉദരത്തിൽ വന്ന് ലയിച്ചു. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ഒരു സമുദ്രമായി മാറി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓരോ വരിയും എടുത്ത് പഠിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം. എന്താണ് ഒന്നാമത്തെ വരി? ദിനാവസാനേ അധ സരോജയോനി. ദിന അവസാനേ, പകലിൻ്റെ അവസാനത്തിൽ. അധ അനന്തരം, അതിനുശേഷം. സരോജയോനി, സരോജയോനി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താകുന്നു? ബ്രഹ്മാവ്. അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അവസാനിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അവസാനിക്കുന്നതിന് ഒരു കൽപ്പം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ
ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. ഇനി ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറയുമ്പോൾ ഓർമ്മിക്കണം, 4.32 ബില്യൺ മനുഷ്യവർഷമാണ്. 4.32 ബില്യൺ മനുഷ്യവർഷം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ഉണ്ടാകുന്നത്. ഈ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. അന്നേരം ഞാനത് വിവരിച്ചു പറയാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബ്രഹ്മാവിനെ സരോജയോനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സരോജയോനി? സരോജം എന്ന് പറഞ്ഞാൽ താമര. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പല പല കഥകളുണ്ട്. സൃഷ്ടി പുരാണ പ്രകാരം പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമര വളർന്നു വരികയും ആ താമരപ്പൂവിനകത്താണ് ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്തത്. അങ്ങനെ താമരപ്പൂവിൽ സ്വയം ജനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നാഭിയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് നാഭിജൻ എന്ന് ബ്രഹ്മാവിനെ വിളിക്കാറുണ്ട്. ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അല്ല, മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് കിളിർത്ത താമരയിൽ ജനിച്ചത് കൊണ്ട് ഇദ്ദേഹത്തെ നാഭിജൻ എന്ന് വിളിക്കാറുണ്ട്. മറ്റൊരു കഥയെന്ന് പറയുന്നത്, ജലത്തിൽ ഒരു വിത്ത് നിക്ഷേപിച്ചു, അത് സ്വർണ്ണ മുട്ടയായിട്ട് മാറി. ആ മുട്ടയിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. ആ മുട്ടയ്ക്കാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിരണ്യഗർഭൻ എന്ന മറ്റൊരു പേരിൽ വിളിക്കുന്നത്. മറ്റൊരു കഥയെന്ന് പറയുന്നത്, ഇദ്ദേഹം വാമദേവൻ എന്ന പേരിൽ ജലത്തിൽ നിന്ന് ജനിച്ചു എന്നാണ്. നമ്മുടെ ബ്രഹ്മാവിനെ പിതാമഹൻ എന്നും വിളിക്കാറുണ്ട്, വിധാതാവെന്നും വിളിക്കാറുണ്ട്. ശൈവ പുരാണത്തിൽ പറയുന്നത് ബ്രഹ്മാവ് ശിവന്റെ നാഭിയിൽ നിന്നോ നെറ്റിയിൽ നിന്നോ ജനിച്ചതാണ്. വിഷ്ണു പുരാണത്തിലാണ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ജനിച്ചതായി പറയുന്നത്. ബ്രഹ്മാവിന് 4 തലയും 4 കൈകളുമാണ്. ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ബ്രഹ്മാവിൻ്റെ ഒരുവിധം പ്രശസ്തമായ ഒരു ക്ഷേത്രം രാജസ്ഥാനിലാണുള്ളത്. രാജസ്ഥാനിലെ പുഷ്കർ ക്ഷേത്രമാണ്. പൊതുവെ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളില്ല എങ്കിലും പുരാണ ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാവിന് ഒരു വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതെന്ന് അറിയുക. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. എന്താണ് രണ്ടാമത്തെ വരി? സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ. സുഷുപ്തി കാമ, ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവനായി, ത്വയി ഭഗവാനിൽ, സന്നിലില്യേ ലയിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 4.32 ബില്യൺ മനുഷ്യവർഷം, അത്രയും നാള് ബ്രഹ്മാവ് സൃഷ്ടി നടത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യവർഷം 4.32 ബില്യൺ ആണ്. പക്ഷെ ബ്രഹ്മാവിന് അതൊരു പകല് മാത്രമേ ആകുന്നുള്ളൂ. അതായത് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് സന്ധ്യ ആകുന്നത് വരെയുള്ള സമയം. അത്രയും നേരം സൃഷ്ടി നടത്തി കഴിയുമ്പോൾ ഭഗവാൻ ക്ഷീണിക്കും, ബ്രഹ്മാവ് ക്ഷീണിക്കും. ഇപ്പം നമ്മൾ തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഓരോ ജോലിയൊക്കെ ചെയ്ത് രാത്രിയാകുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമ്പോഴല്ലേ കിടന്നുറങ്ങുന്നത്. അതുപോലെ ബ്രഹ്മാവ് പകല് മുഴുവനും സൃഷ്ടി നടത്തി കഴിയുമ്പോൾ ബ്രഹ്മാവ് ക്ഷീണിക്കും. അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് ഉറങ്ങാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന നിമിഷം ബ്രഹ്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. എന്താണ് കാരണം? ഭഗവാൻ തന്നെയാണല്ലോ, ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ ബ്രഹ്മാവെന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉറങ്ങുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബ്രഹ്മാവ് ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ബ്രഹ്മാവിന് ഉറക്കം വരുന്ന നിമിഷം ബ്രഹ്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചു ചേരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ വരി നോക്കാം. ജഗന്തി ത്വജ്ജഡരം സുസമീയു. പിന്നെ ജഗന്തി ലോകങ്ങൾ, ത്വജ്ജഡരം അങ്ങയുടെ വയറിൽ, സമീയു ലയിച്ചു. അതായത് ബ്രഹ്മാവ് ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ചേരും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു കഴിയുമ്പോൾ
അതായത് ബ്രഹ്മാവ് ഉറങ്ങിക്കഴിയുമ്പോൾ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബ്രഹ്മാവ് ഉറങ്ങിക്കഴിയുമ്പോൾ, ആധ്യാത്മികമായ ഭാഷയിൽ ബ്രഹ്മാവ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു കഴിയുന്നതോടുകൂടി 14 ലോകങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉദരത്തിൽ വയറിൽ വന്ന് ലയിച്ചു ചേരും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ചെലന്തി ചില സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിൻ്റെ നൂല് മുഴുവനും വല മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് കാണാം. ചെലന്തി വല കെട്ടുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അതിൻ്റെ സൈഡിലൊന്ന് തട്ടിയൊക്കെ നോക്കിയാൽ അപകടം മണത്തിട്ട് ചെലന്തി എന്ത് ചെയ്യും? ആ വല മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് വലിക്കും. അങ്ങനെ ചെലന്തി വല മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് വലിച്ചു ചേർക്കുന്നത് പോലെ ഭഗവാൻ താൻ തന്നെ സൃഷ്ടിച്ച 14 ലോകങ്ങളെയും തൻ്റെ വയറിനുള്ളിലേക്ക്, തൻ്റെ ഉദരത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ 4ാമത്തെ വരി പഠിപ്പിക്കാം. തഥേതമേകാർണവമാസ വിശ്വം. തഥ അപ്പോൾ, ഇതം ഈ, അത് ചേർത്തെഴുതുമ്പോൾ നമ്മൾ പഠിച്ചു തഥേതം അപ്പോൾ ഈ, ഏകാർണവമാസ ഒറ്റക്കടലായി തീരുന്നു. ആര്? വിശ്വം. വിശ്വം എന്ന് പറയുമ്പോൾ ലോകം. അപ്പം നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ ബ്രഹ്മാവ് ഒരു പകൽ അവസാനിക്കുമ്പം ഉറങ്ങാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി ബ്രഹ്മാവ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ചേരുന്നു. അതോടെ 14 ലോകങ്ങളിലും ഭഗവാന്റെ ഉദരം അഥവാ വയറിൽ വന്ന് ലയിക്കുന്നു. ആ നിമിഷമാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ആ നിമിഷം ഈ പ്രപഞ്ചം മുഴുവനും ഒരു മഹാസമുദ്രമായി മാറുന്നു. പിന്നെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അതാണ് ബ്രഹ്മാവ് പകലിൻ്റെ അവസാനം ശ്രീകൃഷ്ണനിൽ വന്ന് ലയിക്കുമ്പോൾ 14 ലോകങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉദരത്തിൽ വന്ന് ലയിച്ചു കഴിയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ഒരു മഹാസമുദ്രമായി മാറുകയും ആ സമുദ്രത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു അങ്ങനെ പള്ളി കൊള്ളുകയും ചെയ്യും. അങ്ങനെയുള്ള സമുദ്രത്തിൽ പള്ളി കൊള്ളുന്ന ആ നാഥനെ ഞാൻ വണങ്ങുന്നു. അതെ, ഈ പ്രപഞ്ചം മുഴുവനും സമുദ്രമായി മാറിക്കഴിയുമ്പോൾ ആ സമുദ്രത്തിൽ പള്ളി കൊള്ളുന്ന ഞങ്ങളുടെ നാഥ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയെ ഞാൻ വണങ്ങുന്നു. സമുദ്രത്തിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ രാധാകൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. രാധാകൃഷ്ണന്റെ ഗ്ലാദിനീ ശക്തിയായ രാധയെ ഞാൻ വണങ്ങുന്നു. ഹേ രാധാകൃഷ്ണ, രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.